ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ ഡ്രൈ സ്കിന്നിന് ഒരു റെമഡി ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് കമൻസ് വന്നിരുന്നു. ഒരുപാട് ഡൗട്ട്സ് ചോദിച്ച ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു. അവർ യൂസ് ചെയ്യാറുണ്ട്, അവർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും വന്നിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം, നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടിയെന്നറിയാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ള കമൻസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പിൻ ചെയ്തിരുന്നു, നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാനെല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. കാരണം എനിക്ക് ഒരുപാട് കമൻസ്, ഇങ്ങനെ റെപ്പിറ്റേറ്റീവ് കമൻസ് വരുമ്പോഴേക്കും നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതിന് നമുക്കൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാത്തിനും ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടിരുന്നിട്ട് റിപ്ലൈ ചെയ്യണതിനേക്കാളും നല്ലത് ഞാനിതൊരു വീഡിയോ ആക്കി ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കമൻസിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒരുപാട് ബ്ലാ അടിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം എനിക്ക് വന്നിട്ടുള്ള കമൻറ്റ്, ഫേസിന് ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ്. ഫേസിന് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ ഒരു അലോവേര മോയ്സ്ചറൈസറാണ് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം അലോവേരയുടെ ഒരു മോയ്സ്ചറൈസറാണ് അത്. ഓൾ സ്കിൻ ടൈപ്സിന് പറ്റുന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പം ഞാനിപ്പം കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ്. കാരണം ഞാൻ എപ്പോഴും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴേക്കും എൻ്റെ സ്കിന്നിന് ചേരുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അതിലെന്ന് നോക്കിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് അലോവേര എന്ന് പറയുന്നത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ അലോവേരയുടെ ഇൻഗ്രീഡിയൻ്റ് ഉള്ള പ്രോഡക്ട്സാണ് ഞാൻ ഒരുമാതിരി എല്ലാം യൂസ് ചെയ്യുന്നത്. എല്ലാ സ്കിൻ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു അലോവേര കണ്ടന്റുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ ഒരു അലോവേര മോയ്സ്ചറൈസറാണ്. അപ്പോൾ എൻ്റെ ഫേസിൽ ഇപ്പോൾ ഇത് വർക്കിംഗ് ആണെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ഫേസിലാവണം എന്നില്ല. നിങ്ങളുടെ ഫേസിൽ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് ആ ഇൻഗ്രീഡിയൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇപ്പം അലോവേര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പക്ഷെ ചിലർക്ക് അലോവേര യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി ഡെയിലി യൂസ് ചെയ്യുമ്പോഴേക്കും ഇച്ചിങ് ഉണ്ടാവുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡൗട്ടുള്ളവർ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു, എന്താ ഇത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്താൻ പറ്റുമോ, അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇത് ഒരു പെർമനൻ്റ്ലി അങ്ങ് ലൈഫ് ലോങ് പിന്നെ വരില്ല എന്നുള്ള ഒരു സൊല്യൂഷൻ അല്ല. നമുക്ക് ഈ ഒരു ഡ്രൈ സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം നമ്മളെ വല്ലാണ്ട് നമ്മളുടെ ഒരു സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു റെമഡി മാത്രമാണിത്. അല്ലാണ്ട് നമുക്കിതിനൊരു പെർമനൻറ്റ് റിസൾട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഒരിക്കലും വരില്ല എന്നില്ല. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നേച്ചർ ഇതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി പെർമനൻ്റ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കെന്നല്ല, ഏതൊരു സ്കിൻ ടൈപ്പിനല്ല ആ സ്കിൻ ടൈപ്പേ അങ്ങ് മാറിപ്പോവുക എന്ന് പറയുന്നത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡ്രൈ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ സ്കിന്നിൽ മൊരി വരിക എന്നൊക്കെയുള്ള പ്രോബ്ലംസിനെ നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ പൂർണ്ണമായി ഇത് മാറിയതിന് ശേഷം ഇതങ്ങ് നിർത്തിക്കളഞ്ഞാൽ ഉടനെ വരും എന്ന് പറയുന്ന ഞാൻ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. ഒരു ദിവസം നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വീണ്ടും ആവും. അങ്ങനെ വരില്ല. അങ്ങനെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 2 ദിവസം 3 ദിവസത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെയും പെട്ടെന്ന് വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുക. ആ വീഡിയോയിൽ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് കുറച്ച് കൊണ്ടുവരിക. അതായത് ഡെയിലി യൂസ് ചെയ്യാന്നുള്ളവർ നിങ്ങൾ ഒരു 1.5 ആക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യും. ഭയങ്കര എക്സ്ട്രീം ഡ്രൈനെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഡെയിലി എന്നുള്ളത് 1.5 ദിവസങ്ങളാക്കുക. അങ്ങനെ കുറച്ച് നാൾ യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു 2 ദിവസം കൂടുമ്പോഴേക്ക് ആക്കുക. അങ്ങനെ അതിൻ്റെ യൂസേജിൻ്റെ ആ ഒരു ടൈം പീരീഡ് കുറച്ച് കൊണ്ടുവരിക. അത് ഒറ്റയടിക്ക് നിങ്ങൾ നിർത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വീണ്ടും വരും. കാരണം നമ്മുടെയൊക്കെ ഒരു സ്കിന്നിൻ്റെ നേച്ചർ അതാണ്. അത് പെർമനൻ്റ്ലി അങ്ങ് മാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക കുറച്ച് നാൾ, പിന്നെ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക.
ഇപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു മോയ്സ്ചറൈസർ ആണെങ്കിലോ സൺസ്ക്രീൻ ആണെങ്കിലോ ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. വെളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ മറക്കാതെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ നേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഉള്ള ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ട് നിർത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അത് വീണ്ടും വരും. ഇപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നു, ഇത് ഞാൻ ഒരു ദിവസം നിർത്തി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും വന്നു, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം ഇടാണ്ടായപ്പോഴേക്കും എനിക്ക് വീണ്ടും വന്നു. അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാനങ്ങനെ ഒരാഴ്ച ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനത് മോയ്സ്ചറൈസർ ആക്കി തുടങ്ങി. ഞാനിത് കംപ്ലീറ്റ്ലി ഇത് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനത് മോയ്സ്ചറൈസറിലേക്ക് സ്വിച്ച് ചെയ്തു. അങ്ങനെ ആ മോയ്സ്ചറൈസർ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് തിരിച്ച് വീണ്ടും വന്നിട്ടില്ല. അപ്പം എൻ്റെ സ്കിന്നിൽ അത്രയും ഡ്രൈനെസ് ഉള്ള ഒരു സ്കിൻ തന്നെയാണ് എൻ്റെയും. അപ്പോൾ ഞാനിത് നിർത്തിയിട്ട് ഞാൻ ഒരാഴ്ച കണ്ടിന്യൂസ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. ഇത് കംപ്ലീറ്റ്ലി അങ്ങ് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഞാനത് മോയ്സ്ചറൈസർ ആക്കി. അപ്പോഴൊന്നും എനിക്ക് ഇത് തിരിച്ച് വന്നതായിട്ട് ഫീൽ ചെയ്തില്ല. തിരിച്ചെനിക്ക് വന്നിട്ടില്ല, എൻ്റെ കാലിൽ വീണ്ടും ഡ്രൈ ആയി അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഞാൻ ഡെയിലി മോയ്സ്ചറൈസർ, ഞാൻ നൈറ്റ് കിടക്കുന്ന സമയത്ത് മോയ്സ്ചറൈസർ തേച്ചിട്ട് ഞാൻ കിടക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഒരാഴ്ച സ്റ്റോപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ പതിയെ ഇത് ഡ്രൈ ആയി തുടങ്ങി. വീണ്ടും പഴയ പോലെ ആയി എന്നല്ല, ഒരിക്കലും ഇല്ല. ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാതെ ആയപ്പോഴേക്കും പതുക്കെ ആ ഡ്രൈനെസ് വീണ്ടും വന്നു തുടങ്ങി. അത്രയും ഒരു ചേഞ്ച് മാത്രമേ എൻ്റെ സ്കിന്നിൽ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് വീണ്ടും പഴയ പോലെ ആയ ആ ഒരു അങ്ങനത്തെ ഒരു പ്രോബ്ലമേ എനിക്ക് ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ആയപ്പോൾ ഞാൻ വീണ്ടും ഇത് തന്നെ നമ്മുടെ ഗ്ലിസറിൻ റോസ് വാട്ടർ തന്നെ ഞാൻ വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കല്ലേ നമ്മുടെ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് ആ സ്റ്റിക്കിനെസ് ഞാൻ സഹിച്ച് പിടിച്ചാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം കറൻ്റ്ലി എൻ്റെ സ്കിന്ന് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നത്. കാരണം ഞാൻ ആ റോസ് വാട്ടറിൻ്റെ അളവ് കുറച്ച് കൂട്ടി. ഞാൻ 2 ഈക്വൽ എമൗണ്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കിനെസ് അങ്ങ് മാറാതെ കണ്ടിന്യൂസ്ലി ഫുൾ ഡേ ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കായിട്ട് നമ്മുടെ സ്കിന്നിരിക്കുമ്പോൾ നമുക്കത് കുറച്ച് ഇറിറ്റേറ്റഡ് ആണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് റോസ് വാട്ടറിൻ്റെ അളവ് കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടും വേറെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കയ്യിലും കാലിലും ഒക്കെ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇപ്പോൾ എൻ്റെ സ്കിന്നിന് കറൻ്റ്ലി ഇല്ല. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തണ്ട. നിങ്ങളിത് ആദ്യത്തെ കുറച്ച് നാളത്തെ ഒരു കഷ്ടപ്പാടുണ്ട്. അത് കഴിയുമ്പോഴേക്കും നിങ്ങളിതിൻ്റെ ടൈം പീരീഡ് കുറച്ച് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളിത് ഒരു വീക്ക്ലി 3 പ്രാവശ്യമൊക്കെ ആയിട്ട് നിങ്ങൾ ചുരുക്കിക്കോളൂ. ഒരിക്കലും തിരിച്ച് നിങ്ങളുടെ സ്കിന്ന് പഴയ പോലെ ഡ്രൈ ആവില്ല. പക്ഷേ അത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഈ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം എന്നുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നമ്മൾ ബാക്കി ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് പോലെ, ഒരു സ്കിൻ കെയറിന് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമുക്ക് അങ്ങനെ തന്നെ ബാക്കി ഒരു നോർമൽ സ്കിന്ന് പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മുടെ സ്കിന്നിനെ. അത് ഭയങ്കര ഒരു ചുളിവ് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ ചില കമൻറ്റ്സ് ഞാൻ കണ്ടു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര നാണക്കേട് തോന്നുന്നു നമ്മുടെ സ്കിന്ന്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. നമുക്കിത് തീർച്ചയായിട്ടും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. നമ്മുടെ സ്കിൻ എപ്പോഴും ഒരു സ്മൂത്ത്, സോഫ്റ്റ്, യങ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ കൂടുതലായിട്ടും കണ്ടൊരു കമൻറ്റ്, ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. അപ്പോൾ തീരെ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. നോർമലി ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറിനും പ്രത്യേകിച്ച് അങ്ങനെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു, ഇത് യൂസ് ചെയ്തപ്പോഴേക്കും അലർജിക് ആയി എന്ന് പറഞ്ഞിട്ട്. അത് അത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അതൊരു അലർജിക് ആയിട്ട് അല്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ടാവുക. അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു അലർജിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇറിറ്റേഷനൊന്നും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറയും, കുറച്ച് വലുതായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഓക്കെ നിങ്ങൾ യൂസ് ചെയ്തോളൂ. അതല്ലാതെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട, ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം യൂസ് ചെയ്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇനി അത്രയും ഡ്രൈ ആണെന്നുള്ളവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം, അതിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്നല്ല എന്തൊരു പ്രോഡക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾ തീരെ ചെറിയ കുട്ടികളിൽ നിങ്ങൾ പരീക്ഷിക്കാതിരിക്കുക. അങ്ങനെ ഒരു ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ തീരെ ബേബീസിലൊക്കെ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിലും കാര്യങ്ങളിലൊക്കെ ഈ ഗ്ലിസറിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്ന് വെച്ച് നമ്മൾക്ക് അത് തീരെ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്കിന്ന് വളരെ യങ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും അത് പറ്റിയെന്ന് വരില്ല. അവരുടെ സ്കിന്നിൽ
എല്ലാ പ്രോഡക്ട്സും പറ്റിയെന്ന് വരില്ല. അപ്പം ചിലപ്പോൾ ഇത്തിരി വലുതായി കഴിയുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ തീരെ ചെറിയ കുട്ടികളിൽ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. അതല്ലെങ്കിൽ അവർ കുറച്ചുകൂടി വലുതാവട്ടെ, അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യൂ. യൂസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ നിങ്ങളിത് പരീക്ഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ബോഡി ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും എന്നല്ല, അത് ഉണ്ടാവാതിരിക്കാൻ. ഇൻ കേസ് കുട്ടിയുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനോ അങ്ങനെ സംഭവിച്ചേക്കാം. കുട്ടികളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അല്ലാതെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അലർജി ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവുന്നോ ഒന്നും അല്ല പറയുന്നത്. കുഞ്ഞുങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്താതിരിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ ഇപ്പോഴേ യൂസ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടി കഴിയട്ടെ, അവരുടെ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ അവർ. അതിനുശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ അങ്ങനെ വല്ലാതെ കുഞ്ഞിൻ്റെ സ്കിന്ന് ഡ്രൈ ആവുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നൊരു ക്രീമോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. 5-6 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യൂ, അതിനുശേഷം മാത്രം യൂസ് ചെയ്യൂ. കാരണം നമ്മുടെ വലിയ ആൾക്കാരുടെ സ്കിന്ന് പോലെയല്ല കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത പ്രശ്നങ്ങളൊന്നും ഇല്ല, കുഞ്ഞിന് അങ്ങനെ ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞിന് യൂസ് ചെയ്ത് കൊടുക്കുക. കുട്ടികളുടെ സ്കിന്നിലും വർക്ക് ചെയ്യുന്നൊരു സാധനം തന്നെയാണിത്. പക്ഷേ കുഞ്ഞുങ്ങളാകുമ്പോഴേക്കും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഫേസിൽ യൂസ് ചെയ്യാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഫേസിൽ യൂസ് ചെയ്യാം, അതുകൊണ്ടൊരു പ്രോബ്ലം ഇല്ല. ഫേസിൽ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര്, എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഫേസിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടി എന്ന് പറയുന്നവരെ എനിക്കറിയാം. പക്ഷെ ഞാൻ പേഴ്സണലി എൻ്റെ ഫേസിൽ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇതുവരെ. ഞാനത് എന്തായാലും ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയാം. ഇത് തീർച്ചയായിട്ടും ഫേസിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരെ എനിക്കറിയാം കേട്ടോ. നല്ലതാണ്, സ്കിൻ നല്ല സോഫ്റ്റ് ആവും, സ്കിന്നിനൊരു ഗ്ലോ വരും, സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും എന്നൊക്കെ ഉള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഫേസിൽ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഒരു കമൻറ്റ് എനിക്ക് വന്നതാണ്, ഇതുപോലെയാണ് എൻ്റെ കാലും കൈയും ഇത് യൂസ് ചെയ്യാറുണ്ട്, ബട്ട് എനിക്ക് മാറ്റം കിട്ടുന്നില്ല, ഞാൻ വല്ലപ്പോഴുമേ യൂസ് ചെയ്യാറുള്ളൂ, സ്ഥിരമായി യൂസ് ചെയ്ത് മാറിയാൽ പിന്നെ ഡ്രൈ സ്കിൻ വരില്ലല്ലോ അല്ലേ? ഞാൻ അതിനുള്ള അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് കുറച്ച് നാൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ 2-3 ദിവസം യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു റിസൾട്ടും കിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക തന്നെ വേണം നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിസൾട്ടും കിട്ടുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ. ചില കേസസിൽ ചില സ്കിന്നിന് ചിലപ്പോൾ 1 വീക്ക് മതിയാവുമായിരിക്കും നല്ലൊരു റിസൾട്ട് വരാൻ. ഇപ്പം എൻ്റെ സ്കിന്നിനൊക്കെ എനിക്കത് ധാരാളം മതിയായിരുന്നു ഒരു റിസൾട്ട് വരാൻ. പക്ഷേ ഒരു കുറേ കൂടി നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, ഇപ്പം എൻ്റെ സ്കിന്നിനേക്കാളൊക്കെ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 വീക്ക് കൊണ്ട് റിസൾട്ട് വന്നു എന്ന് വരില്ല. അവർക്ക് കിട്ടിയെന്നല്ല, അവർ കുറച്ച് നാളും കൂടി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും അതിനൊരു റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ 2-3 ദിവസം യൂസ് ചെയ്തിട്ട് നിർത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച യൂസ് ചെയ്തിട്ട് റിസൾട്ടൊന്നും കണ്ടില്ല എന്ന് വെച്ച് നിങ്ങൾ നിർത്തണ്ട. ഇപ്പം എൻ്റെ സ്കിന്നിന് ഒരാഴ്ച മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു 10 ദിവസം മതിയായിരുന്നു എനിക്ക് നല്ലൊരു റിസൾട്ട് വരാനായിട്ട്. പക്ഷേ മറ്റൊരു സ്കിന്നിൽ മറ്റൊരാൾ എൻ്റെതിനേക്കാളും കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടൈം പീരീഡ് മതിയായി എന്ന് വരില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറച്ചാൾ ഉപയോഗിച്ച് നോക്കിയിട്ട്, ഇപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രീം ഡ്രൈനെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു മാസം യൂസ് ചെയ്ത് നോക്കൂ. എന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഇത് നിങ്ങളുടെ സ്കിന്നിൽ വർക്ക് ചെയ്യില്ല, പിന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ. അല്ലാണ്ട് 2-3 ദിവസത്തെ യൂസേജിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരാ. അത്രയും നാൾ യൂസ് ചെയ്താൽ പോരാ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി എനിക്കിപ്പോൾ എൻ്റെ ചാനലിലേക്ക് 15 മിനിറ്റ് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിതൊരു 2 പാർട്ടായിട്ട് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഞാൻ എന്നിട്ട് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2-ൽ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്യുന്നുണ്ടാവും. പാർട്ട് 2 ഞാൻ തീർച്ചയായിട്ടും നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടുത്ത വീഡിയോയിൽ കാണാം.